എല്ലാ പി എസ് സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ KCB മസ്തൂറിന്റെ ടോപ്പിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഓംസ് ലോ ആൻഡ് കിർച്ചോഫ് ലോ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സെക്ഷൻ തന്നെയാണിത്. നമ്മുടെ ഓംസ് ലോയും അതുപോലെ തന്നെ കിർച്ചോഫ് ലോ നമുക്കറിയാം. കിർച്ചോഫ് ലോ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? ജംഗ്ഷൻ റൂളും ഉണ്ട്, അതുപോലെ ലൂപ്പ് റൂളും ഉണ്ട്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പല എക്സാംസിനും ഇതിനു മുന്നേ നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് ഒന്ന് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് വൺ നോക്കി, വാട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആർ റിലേറ്റഡ് ഇൻ ഓംസ് ലോ. ഓക്കെ, ഇതിൽ ഓംസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെ എന്നാണ് ചോദ്യം. അപ്പം ഓംസ് ലോ നമുക്കറിയാം അല്ലെ? എന്തായിരുന്നു പറയുന്നത്? V പ്രൊപ്പോർഷണൽ ടു I, ശരിയല്ലേ? V പ്രൊപ്പോർഷണൽ ടു I, ഇതാണ് നമ്മുടെ ഓംസ് ലോ പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ രണ്ട് ടെർമിനൽസ് തമ്മിലുള്ള, രണ്ട് എൻഡ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നേരാനുപാതികമായിരിക്കും അല്ലെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് നമ്മുടെ ഓംസ് ലോ പറയുന്നത്. അതിൽ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എപ്പോഴും ഓർത്തേക്കുക, ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is directly proportional to the potential difference between the ends of the conductor എന്നാണ് നമ്മൾ പറയുന്നത് ഓംസ് ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അവിടെ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് കണ്ടീഷൻ ആണ്. അടുത്ത് V പ്രൊപ്പോർഷണൽ ടു I ആണ്. V എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ആണ്, I എന്ന് വെച്ചാൽ കറണ്ട് ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? അപ്പോൾ V is equal to I into R, ഒരു R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ അപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന R എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ V is equal to IR എന്നാണ് അതിന്റെ റിലേഷൻ വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, വാട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആർ റിലേറ്റഡ് ഇൻ ഓംസ് ലോ. അപ്പൊ ഓംസ് ലോയിൽ റിലേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആരൊക്കെയാ വരുന്നത്? ഒന്ന് V, അതായത് പൊട്ടൻഷ്യൽ അല്ലെ, അല്ലെങ്കിൽ വോൾട്ടേജ്, അതുപോലെ I കറണ്ട്, അതുപോലെ റെസിസ്റ്റൻസ് അല്ലെ, റെസിസ്റ്റൻസ്. അപ്പൊ ഇത് മൂന്നും വരുന്ന ഓപ്ഷൻ നമുക്ക് വരുന്നത് ഓപ്ഷൻ C ആണ്. അപ്പൊ C ആണ് ആൻസർ, കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്. ഓക്കെ അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദി കണ്ടീഷൻ ഓഫ് ഓംസ് ലോ ഈസ്, ഓംസ് ലോയുടെ കണ്ടീഷൻ ഇവിടെ നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ദ ടെമ്പറേച്ചർ ഷുഡ് ബി റിമൈനിങ് കോൺസ്റ്റന്റ്. ശരിയല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ്. കണ്ടീഷൻ എന്തായിരുന്നു? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ V is proportional to I ആണ് നമ്മുടെ ഓംസ് ലോ പറയുന്നത്. അപ്പൊ കണ്ടീഷൻ എന്ത് തന്നെയായിരുന്നു? ടെമ്പറേച്ചർ ഷുഡ് ബി റിമൈനിങ് കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് V by I ഷുഡ് ബി കോൺസ്റ്റന്റ്. V by I കോൺസ്റ്റന്റ് എന്നാ പറയുന്നത്. അത് വരുമോ? അത് വരത്തില്ല. കറണ്ട് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ഓഫ് വോൾട്ടേജ്. അതുപോലെ അടുത്ത ഓപ്ഷൻ നോക്കിയാൽ ടെമ്പറേച്ചർ ഷുഡ് വേരി. അപ്പൊ ഇതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഏറ്റവും പ്രോപ്പർ ആയിട്ട് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. ടെമ്പറേച്ചർ ഷുഡ് ബി റിമെയിൻസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം, അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഒബേ ഓംസ് ലോ. ഓക്കെ, ഓംസ് ലോ ഒബേ ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരെ നമ്മളൊരു പേര് വിളിക്കാറുണ്ട്. എന്തായിരുന്നു? ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുക. ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരെ, കണ്ടക്ടേഴ്സിനെ ഓമിക് കണ്ടക്ടേഴ്സ് എന്നും, ഒബേ ചെയ്യാത്തവരെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നും വിളിക്കാറുണ്ട് അല്ലെ? അപ്പോൾ മെയിൻലി കണ്ടക്ടേഴ്സ് ആണ് ഓംസ് ലോ ഒബേ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഏറ്റവും നല്ല കണ്ടക്ടർ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാ? കോപ്പർ ആണ് അല്ലെ? കോപ്പർ വയർ ആണ്. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. ഇനി PVC, പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇൻസുലേറ്റർ ആണ്. സെമി കണ്ടക്ടർ അല്ല, ഇൻസുലേറ്റർ അല്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇൻസുലേറ്റിംഗ് വയർ, അപ്പൊ അതും അല്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ കോപ്പർ വയർ ആണ്. അതാണ് ഏറ്റവും നല്ല കണ്ടക്ടർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓംസ് ലോ അപ്ലൈസ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഓംസ് ലോ അപ്ലൈസ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ
ഇതിൽ ഈ താഴെ തന്നിരിക്കുന്ന ഏതിനൊക്കെയാണ് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. ഓൺലി ഫോർ ഡി സി സർക്യൂട്ട്, ഡി സി സർക്യൂട്ടിന് മാത്രമേ പറ്റുള്ളൂ. ഓൺലി ഫോർ എ സി സർക്യൂട്ട്, എ സിക്ക് മാത്രമേ പറ്റുള്ളൂ. ബോത്ത് എ സി ആൻഡ് ഡി സി, എ സിക്കും ഡി സിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നോൺ ലീനിയർ സർക്യൂട്ട്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം എ സി ആണെങ്കിലും ഡി സി ആണെങ്കിലും എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, ഈ ഓംസ് ലോ ഒബേ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. യെസ്, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദി കർവ് റെപ്രസെന്റിങ് ഓംസ് ലോ ഈസ്. ഓംസ് ലോ റെപ്രസെന്റ് ചെയ്യുന്ന കർവ് നമുക്കറിയാം. ഓംസ് ലോയുടെ കർവ് എന്ന് പറയുന്നത് ഓക്കെ വിയും ഐയും ആണ് വരിക. നമുക്ക് തിരിച്ചു എഴുതാം കേട്ടോ, ഐയും വിയും നേരെ തിരിച്ചു എഴുതാം. എങ്ങനെ എഴുതിയാലും എക്സ് എക്സ് വൈ എക്സ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാലും വിഷയമില്ല ഇതിനകത്ത്. പക്ഷെ എങ്ങനെ പോയാലും നമുക്ക് ഇവിടെ എന്ത് കിട്ടണം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരു പർട്ടിക്കുലർ സ്ലോപ്പിൽ നമുക്ക് കിട്ടണം അല്ലെ. ഇതാണ് നമ്മുടെ ഓംസ് ലോയുടെ കർവ് വരുന്നത്. അതെന്തായിരിക്കും, ലീനിയർ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആണ്, ദാറ്റ് മീൻസ് ലീനിയർ ആണ്. ഓക്കെ, ആദ്യം കൊടുത്തിരിക്കുന്ന സൈൻ ഫംഗ്ഷൻ എന്നാണ്. സൈൻ ഫംഗ്ഷൻ അല്ല, സൈൻ വേവ് അറിയാലോ നമ്മുടെ ഏതാ, അത് ഏതിന്റെ, ഇങ്ങനെ വരുന്നതാണ് സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അത് ഏതിനാ വരിക, എ സി സർക്യൂട്ടിന് വരുന്ന ഗ്രാഫാണ് അല്ലെ. അപ്പൊ അതല്ല, പരാബോള അല്ല. പരാബോള അറിയാലോ, ഇതിങ്ങനെ വരുന്നതാണ് പരാബോള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പരാബോളിക് അല്ല. പരാബോള എന്ന് പറയുമ്പോൾ അത് ഏതിനാ വരിക, പ്രൊജക്ടൈൽ മോഷൻ ഒക്കെ വരുന്ന ഗ്രാഫാണ് ഈ പരാബോളിക് പാത്ത് നമുക്ക് പറയുന്നത്. ഓക്കെ, പിന്നെ കൊസൈൻ ഫംഗ്ഷൻ അതുമല്ല, അതും ഗ്രാഫിക്കലാണ് വരിക. അതുമല്ല വരുന്നത്. പിന്നെ നമുക്ക് ലീനിയർ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ ഓക്കെ ദ സ്ലോപ്പ് ഓഫ് എ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ്. ഒരു വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് ചോദ്യം. ഓക്കെ, എപ്പോഴും ഓർക്കുക, കുറച്ച് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഏത് ഗ്രാഫിന്റെ ആണോ, ഇപ്പൊ വി ഐ ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുക അതിന്റെ റേഷ്യോ എടുക്കുക എന്നുള്ളതാണ്. അതായത് വി ഡിവൈഡ് ബൈ ഐ എന്നെടുക്കുക. ഏരിയ കാണാനാണ് പറയുന്നതെങ്കിൽ വി ഇൻറ്റു ഐ എന്നെടുക്കണം. ഓക്കെ അല്ലേ. ഇപ്പൊ സ്ലോപ്പ് കാണാനാണെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് ഓർത്ത് വെച്ചിരിക്കുക. അത് ഏതിനാണെങ്കിലും, ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, കോമൺലി ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാൻ അല്ലെങ്കിൽ ഏരിയ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമൺലി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ ഇപ്പൊ വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ വി ഡിവൈഡ് ബൈ ഐ ചെയ്യാം. ഏരിയ കാണാൻ പറഞ്ഞാൽ വി ഇൻറ്റു ഐ ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെ പൊസിഷൻ ടൈം ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ്, അതിന്റെയാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ എക്സ് ഡിവൈഡ് ബൈ ടി ചെയ്യാം. ഓക്കെ, അതുപോലെ ഏരിയ കാണാൻ പറഞ്ഞാൽ എക്സ് ഇൻറ്റു ടി ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ അത് പഠിച്ചല്ലോ. നമുക്ക് സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, ആ രണ്ട് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണോ ഉള്ളത് ആ രണ്ട് വാല്യൂസും തമ്മിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഏരിയ കാണാൻ പറഞ്ഞാൽ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ലോപ്പ് കാണാനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കാം. സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, വി ബൈ ഐ ആണ് കിട്ടുക. എന്താ വി ബൈ ഐ എന്ന് വെച്ചാൽ, വി ബൈ എന്ന് വെച്ചാൽ എന്താ കിട്ടുക, നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇതാണ് നമ്മുടെ ഓംസ് ലോ പറയുന്നത്, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലെ. അപ്പൊ അതിലൊന്ന് വി ഡിവൈഡ് ബൈ ഐ, അപ്പൊ ഐ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ വി ഡിവൈഡ് ബൈ ഐ എന്ന് കിട്ടും. വി ഡിവൈഡ് ബൈ ഐ എന്താ കിട്ടുക, ആർ അല്ലേ, ശരിയല്ലേ. അപ്പോ ഐ കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ വി ഡിവൈഡ് ബൈ ഐ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത് ആർ ആണ്, റെസിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടുക റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ കാര്യം ഒരിക്കൽ കൂടെ ഒന്ന് പറയുവാണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏത് ഗ്രാഫിന്റെയാണ്, ഇപ്പോൾ വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വി ഡിവൈഡ് ബൈ ഐ ചെയ്യാം. ഇൻ കേസ് ഏരിയ ആണ് ചോദിക്കുന്നതെങ്കിൽ വി ഇൻറ്റു ഐ ചെയ്യാം. അപ്പോൾ ഏതാണോ വാല്യൂ നമുക്ക് കിട്ടുക അത് നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ്. ഇലക്ട്രിക്കൽ എനർജിയുടെ വാണിജ്യപരമായ യൂണിറ്റ്. ഓക്കെ, അതായത് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുന്നു. അപ്പൊ അത് ആ വരുന്ന ഇലക്ട്രിക്കൽ എനർജിക്ക് നമ്മൾ ഒരു യൂണിറ്റ് പറയാറുണ്ട് അല്ലെ. നോർമലി നമുക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി, 2 യൂണിറ്റ് വൈദ്യുതി, യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഈ യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കിലോ വാട്ട് അവർ ആണ് കേട്ടോ. കിലോ വാട്ട് അവറിനെയാണ് നമ്മൾ കോമൺലി യൂണിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്സ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേര് എന്തായിരുന്നു, വാട്ട് അവർ മീറ്റർ. ഓക്കെ, വാട്ട് അവർ മീറ്റർ എന്നതിന്റെ പേര് പറയുന്നു. ഇത് കിലോ വാട്ട് അവർ ആണ് അതിന്റെ യൂണിറ്റ്. ഓക്കെ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഈസ് കാൾഡ് ഡാഷ്. ഓക്കെ, ഒരു ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലോട്ട് കൊണ്ടെത്തിക്കാൻ എടുക്കുന്ന വർക്കിനെ പറയുന്ന പേരാണ് ആ പോയിന്റിലേക്കുള്ള അല്ലെ ആ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ. ഓക്കെ, സിമ്പിൾ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നമ്മുടെ ഇൻഫിനിറ്റി എന്ന ഒരു സ്ഥലമാണെന്ന് ചോദിക്കുക. ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എവിടെയാ? നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ കുറെ അകലത്ത് എവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള കാൽക്കുലേഷൻ ഇല്ലാത്ത ഒരു പോയിന്റ്, അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുക അല്ലെ. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനകത്ത്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ +1 കൂളം ചാർജ് അല്ലെ, +1 കൂളം ചാർജ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എനിക്ക് ഈ പി എന്ന് പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റിലോട്ട് എനിക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഞാൻ ഉദ്ദേശിക്കുന്ന പി എന്ന പോയിന്റിലോട്ട് എനിക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർക്ക് ചെയ്യേണ്ടി വരും അല്ലെ, വെറുതെ അത് വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർക്ക് കൊടുക്കേണ്ടി വരും. അപ്പം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് അവിടെ ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്കിനെ വിളിക്കുന്ന പേരാണ് ഈ പി എന്ന പോയിന്റിന്റെ പൊട്ടൻഷ്യൽ, അതായത് വി ഓഫ് പി എന്ന് നമ്മൾ പറയാറുണ്ട്. പി എന്ന പോയിന്റിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇനി മറ്റൊരു പോയിന്റ്, ഇവിടെ ക്യൂ എന്നൊരു മറ്റൊരു പോയിന്റ് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിലോട്ടാണ് ഞാൻ ഇതിനെ കൊണ്ടുവരേണ്ടതെങ്കിൽ അതിന് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്കിനെയാണ് എന്ത് പറയുക? ആ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുക, വി ഓഫ് ക്യൂ. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടും വ്യത്യാസമായിരിക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ ആ പോയിന്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഈസ് കാൾഡ് ഡാഷ്. ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു പോസിറ്റീവ് ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് കൊണ്ടെത്തിക്കാൻ എടുക്കുന്ന വർക്കിനെ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദ്യം. അതിനെയാണ് എന്ത് പറയുക? ആ പോയിന്റിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് അറിയാം. എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പൊ ഇതേപോലെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഈ ക്യൂ എന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ ക്യൂ എന്ന പോയിന്റിൽ നിന്ന് എനിക്ക് പി എന്ന പോയിന്റിലോട്ട് എനിക്ക് ഒരു ഈ പറഞ്ഞ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടെത്തിക്കണമെന്ന് വിചാരിക്കാം. ഇപ്പൊ എനിക്ക് ക്യൂ എന്ന പോയിന്റ് എനിക്ക് അറിയാന്നുള്ളതാണ്, പി എന്ന പോയിന്റ് എനിക്ക് അറിയാന്നുള്ളതാണ്. അപ്പൊ അറിയാന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടെത്തിക്കാൻ എടുക്കുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. എന്താ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ, ഒരെണ്ണം അറിഞ്ഞുകൂടാ, ഏതോ ഒരു സ്ഥലത്തിരിക്കുക, ഇൻഫിനിറ്റിയിൽ ഇരിക്കുക. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലോട്ടാണെങ്കിൽ അതിനെ പൊട്ടൻഷ്യൽ എന്നും, അറിയാന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് അറിയാന്നുള്ള മറ്റൊരു പോയിന്റിലോട്ടാണെങ്കിൽ അതിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും വിളിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്താ? യൂണിറ്റ് ലെങ്തിനനുസരിച്ചുള്ള പൊട്ടൻഷ്യലിന്റെ മാറ്റത്തെയാണ് നമ്മൾ എന്താ പറയുക? പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുക. അതിന് നമുക്ക് വോൾട്ട് പെർ മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ് ഒക്കെ വരിക. ഒരു ലെങ്തിനനുസരിച്ച് പൊട്ടൻഷ്യലിന് എന്ത് മാറ്റം വരുന്നുണ്ട് എന്ന് കണക്കാക്കുന്നതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് എന്തായാലും ആൻസർ വരുന്നത് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ആണ് ചോദ്യം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സീമൻ പെർ മീറ്റർ ആണ് ആൻസർ വരിക. ഓക്കെ, അതെങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? റെസിസ്റ്റൻസിന്റേത് ഓം ആണ് അല്ലെ? റെസിസ്റ്റൻസിന്റേത് ഓം ആണ്. അപ്പൊ കണ്ടക്ടൻസിന്റെ എന്തായിരിക്കും? കണ്ടക്ടൻസ് എന്തായിരിക്കും? യെസ്, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടക്ടൻസ്. അങ്ങനെയാണെങ്കിൽ 1/Ohm ആണ് വരിക. ദാറ്റ് മീൻസ് Ohm റൈസ് ടു -1. ഓക്കെ, ഈ Ohm റൈസ് ടു -1 നമ്മൾ മറ്റൊരു പേര് വിളിക്കുക എന്ത്? യെസ്, സീമൻ എന്ന് വിളിക്കാം. ഓക്കെ, Ohm റൈസ് ടു -1 മോ എന്നോ സീമൻ എന്നോ ഒക്കെ വിളിക്കുന്നത് ഈ പറഞ്ഞ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരിക? റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഓം മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ് വരിക, ഓം മീറ്റർ. അപ്പോ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതേപോലെ എന്ത് വരും? ഓം റൈസ് ടു -1 മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് സീമൻ ഓം റൈസ് ടു -1 മീറ്റർ റൈസ് ടു -1. ഓക്കെ, അത് രണ്ടിന്റെയും റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് കണ്ടക്ടൻസിന്റെ റെസിപ്രോക്കൽ ആണ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്ന പോലെ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് റെസിസ്റ്റിവിറ്റി. അപ്പോ
കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഓമീറ്റർ ആണ്, സോറി കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓമീറ്റർ ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റും കട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോ, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്ററും കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓം റൈസ് ടു -1 മീറ്റർ റൈസ് ടു -1 എന്ന് വരും. ഓം റൈസ് ടു -1 എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സീമൻ അല്ലെ. അപ്പോൾ സീമൻ മീറ്റർ റൈസ് ടു -1 അല്ലെങ്കിൽ സീമൻ പെർ മീറ്റർ എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 kilowatt-hour of electrical energy equals 1 kilowatt-hour of electrical energy. ഇലക്ട്രിക്കൽ എനർജിയുടെ 1 kilowatt-hour എന്ന് വെച്ചാൽ 860 കിലോ കലോറി ആണ് വരിക. ഓക്കെ, 860 കിലോ കലോറി ആണ് വരിക കേട്ടോ. അപ്പോൾ അതിനകത്ത് 1 കിലോ കലോറി എന്ന് വെച്ചാൽ 1 കിലോ കലോറി എന്ന് വെച്ചാൽ ഏകദേശം 4186 ജൂൾ ആണ് വരിക. ഇപ്പൊ ജൂൾ കണക്കിന് പറയുകയാണെങ്കിൽ 1 കിലോ കലോറി എന്ന് വെച്ചാൽ 4186 ജൂൾ ആണ്. ഇവിടെ നമുക്ക് 1 kilowatt-hour ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എളുപ്പത്തിന് വേണ്ടിയിട്ട് 1 kilowatt-hourനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാം. 1 kilowatt-hour 1 kilowatt-hourനെ നമുക്ക് ജൂളിലോട്ട് കൺവേർട്ട് ചെയ്താൽ ആദ്യം എന്ത് ചെയ്യണം, കിലോ വാട്ടിനെ മാറ്റി വാട്ടിലോട്ട് മാറ്റണം. അപ്പൊ എന്താ സംഭവിക്കുക, 1 into 1000, അപ്പോ അത്രയും വാട്ട്-അവർ ആയി അല്ലെ. ഇനി അതിനെ നമുക്ക് അവർ മാറ്റി എടുക്കണമെങ്കിൽ, അവർ മാറ്റി സെക്കൻഡിലോട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഈ കിട്ടിയ വാല്യൂവിനെ, അതായത് 1000 അല്ലേ കിട്ടിയിരിക്കുന്നത്, 1 into 1000 1000 ആണ്, ഡിവൈഡ് ബൈ 60 into 60 അല്ലെ. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വാട്ട് അവർ മാറി സെക്കൻഡിലോട്ട് കിട്ടും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു ജൂൾ എന്ന് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്തു വരുമ്പം ഏകദേശം നമുക്ക് ഇത്രയും വാല്യൂ നമുക്ക് കിട്ടും, അത് ജൂളിലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വാല്യൂ വരുന്നത്. ഇത് ഇത്രയും ചെയ്തു വരുമ്പോഴത്തേക്കും ഇത്രയുമാണ് അതിൻ്റെ അകത്ത് വാല്യൂ വരിക. അപ്പൊ ഇത്രയും ജൂളിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത്രയും ജൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ജൂളിനെ നമുക്ക് അടുത്ത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, കിലോ കാലറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ വാല്യൂവിനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ 4186 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ 36 ലക്ഷം എന്ന് പറയുന്ന ഈ വാല്യൂവിനെ 4186 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് ഈ കിടക്കുന്ന 860 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കിലോ കാലറി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടുക, ജസ്റ്റ് ഓർത്ത് വെച്ചാലും മതി. 1 kilowatt-hour ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈക്വൽസ് 860 കിലോ കാലറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് ഓൾവേസ് സ്പെസിഫൈഡ് അറ്റ് എ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് യൂഷ്വലി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ് കണക്കാക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലായിരിക്കും. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചും കുറയുന്നതനുസരിച്ചും ഒക്കെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം, മാറാം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു പർട്ടിക്കുലർ വാല്യൂ, സ്പെസിഫിക് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ ടെമ്പറേച്ചറിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ആണ് ഈ 25 ഡിഗ്രി സെൽഷ്യസ്. ആ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമ്മൾ എപ്പോഴും അതിന്റെ റെസിസ്റ്റൻസ് കണക്കാക്കി ഒരു ഫിക്സഡ് വാല്യൂ പറയുക. ഓക്കെ അല്ലേ, അപ്പൊ അതിന് ഉപയോഗിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ അല്ലേ, അതിനെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വേരിയബിൾ റെസിസ്റ്റേഴ്സ് ആർ, ഓപ്ഷൻസ് കിടപ്പുണ്ട്. വയർ മൗണ്ട് റെസിസ്റ്റേഴ്സ്, തിൻ ഫിലിം റെസിസ്റ്റേഴ്സ്, തിക് ഫിലിം റെസിസ്റ്റേഴ്സ്, ആൾ ഓഫ് ദീസ്. ഓക്കെ, നമുക്കറിയാം വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഏറ്റവും അറിയാവുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് റിയോസ്റ്റാറ്റ് ആണ് അല്ലെ. റിയോസ്റ്റാറ്റ് കണ്ടുണ്ടായിരിക്കും, നമ്മുടെ ലാബുകൾ, ഫിസിക്സ് ലാബിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടാവും സ്കൂൾ പഠിച്ച സമയത്ത് റിയോസ്റ്റാറ്റ്. അപ്പൊ റിയോസ്റ്റാറ്റ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു കുഴൽ പോലെ വരുന്നുണ്ടാവും, ഒരു പൈപ്പ് പോലെ. എന്നിട്ട് അതിനകത്ത് വയർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫുള്ളി വൗണ്ട് ചെയ്ത് നിപ്പുണ്ടാവും
അല്ലെ. എന്നിട്ട് ഇതിന്റെ മുകളിൽ നിന്നാണ് നമുക്ക് ഇതിനകത്ത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കീ ഒക്കെ വരിക. അതാണെങ്കിൽ മുകളിൽ കൂടെ ഇങ്ങനെ റൺ ചെയ്യുക. ഇങ്ങനെയായിരിക്കും അത് കണക്ട് ചെയ്യുക ഏകദേശം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, അത് വയർ ബൗണ്ടഡ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് ആൻസർ. വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആണ് നമ്മുടെ വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ റിയോസ്റ്റേറ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പവർ ഈസ് ഡിഫൈൻഡ് as. പവർ ഈസ് ഡിഫൈൻഡ് as. അപ്പൊ പവറിന്റെ ഡെഫിനിഷൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താ പവർ എന്ന് വെച്ചാൽ നമുക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഓർ എനർജി, ഇതിനെയാണ് എന്ത് പറയുക, പവർ എന്ന് പറയുക. അല്ലെ വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം, ഇതാണ് നമ്മുടെ സാധാരണഗതിയിൽ പവറിന് ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഓപ്ഷൻ സി ആണ് ആൻസർ. ദ റേറ്റ് അറ്റ് വിച്ച് ദ എനർജി റേഡിയേറ്റഡ് ഓർ ഡെസിപ്പേറ്റഡ്. അപ്പോൾ റേറ്റ് അറ്റ് വിച്ച് എനർജി റേഡിയേറ്റഡ് ഓർ ഡെസിപ്പേറ്റഡ്, റേഡിയേറ്റ് ചെയ്യുന്നതോ ഡെസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടുള്ള എനർജിയുടെ റേറ്റിനെയാണ്, റേറ്റ് എന്ന് വെച്ചാൽ ടൈം റേറ്റ്, ടൈം റേറ്റ് എന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ ടൈം എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനർജി ഡിവൈഡ് ബൈ ടൈം എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, എനർജി ബൈ ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്നോ ടൈം റേറ്റ് എന്നോ റേറ്റ് എന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ എനർജി ബൈ ടൈം എന്ന ഫോമിലോട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് റേഡിയേറ്റഡ് ഓർ ഡെസിപ്പേറ്റഡ് എന്നാണ് ചോദ്യം. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സീരീസ് സർക്യൂട്ട്. വിച്ച് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് സീരീസ് സർക്യൂട്ട്. സീരീസ് സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് നമുക്കറിയാം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാ, നമ്മൾ ഒരു മനുഷ്യ ചങ്ങല പറയുന്ന പോലെ അല്ലെ, രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു വെച്ചാൽ ഇതാണ് നമ്മുടെ സീരീസ് കണക്ഷൻ. അപ്പോൾ ഇങ്ങനെ സീരീസ് അറേഞ്ച്മെന്റ് എന്തിലൊക്കെയാണ് വരുന്നത്, എന്തിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ, ഫ്യൂസ് ഇൻ സർക്യൂട്ട്, വോൾട്ട് മീറ്റർ കണക്ഷൻ, ഇലക്ട്രിക്കൽ ലാമ്പ് ഇൻ ഹൗസസ്, ഷണ്ട് റെസിസ്റ്റേഴ്സ് ഇൻ അ മീറ്റർ. ഓക്കെ, അപ്പൊ നോക്കിയേ, ആ ഫസ്റ്റത്തെ ഓപ്ഷൻ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഫ്യൂസ് എപ്പോഴും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാവൂ, സീരീസ് ആയിട്ട് മാത്രമേ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ഫസ്റ്റത്തെ റെസിസ്റ്ററിന് വരെയുടെ ഫ്യൂസ് ആണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. കറണ്ട് കടന്നു വരുന്നത് ഇങ്ങനെയാണ്. ഓവർ കറണ്ട് ഇപ്പൊ കൂടി വരുവാണെങ്കിൽ ആദ്യത്തെ ഫ്യൂസ് എന്ത് ചെയ്യും, അവിടെ ബ്രേക്ക് ആവും അല്ലെ. ആദ്യത്തെ ഫ്യൂസ് അവിടെ ബ്രേക്ക് ആവും, പിന്നെ എന്ത് ചെയ്യില്ല, കറണ്ട് കടന്ന് പോവില്ല അല്ലെ. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഓവർ കറണ്ടോ ഓവർലോഡിങ്ങോ അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഈ ഫ്യൂസ് ഉപയോഗിക്കുക. ശരിയല്ലേ. അപ്പൊ ആ ഫ്യൂസ് എങ്ങനെ കണക്ട് ചെയ്യണം, ഇതുപോലെ സീരീസ് ആയിട്ട് മാത്രമേ കണക്ട് ചെയ്യാവൂ. ഇൻ കേസ് ഇത് പാരലൽ ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഇത് ഒരു സർക്യൂട്ട്, അത് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് ഫ്യൂസ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക, പാരലൽ ആയിട്ടാണ് ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ നോക്കിയേ, ഈ കറണ്ട് രണ്ടായിട്ട് ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ആയി ഇങ്ങനെ രണ്ട് വഴിക്ക് പോകും. ശരിയല്ലേ. അതായത് ഫസ്റ്റ് റെസിസ്റ്ററിലൂടെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഡിവൈസ് ആണെങ്കിൽ ആ ഡിവൈസിലൂടെ പോകുന്ന കറണ്ട് അല്ല ഇത് I1 ആയിരിക്കും. ആ കറണ്ട് അല്ല നമുക്ക് അടുത്ത രണ്ടാമത്തെ സർക്യൂട്ടിലൂടെ പോകുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, ഫ്യൂസ് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഇതുവഴി ഓവർ കറണ്ട് വരുവാണെങ്കിൽ ഇത് ചിലപ്പോൾ ബ്രേക്ക് ആവുമായിരിക്കും. പക്ഷെ ഇത് ബ്രേക്ക് ആയാലും കറണ്ട്, ബാക്കി കറണ്ട് ഏതുവഴി പോവാണ്, ഈ മേളിലത്തെ സർക്യൂട്ട് വഴി എന്ത് ചെയ്യുവാണ്, പോവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല. ആ ഡിവൈസിലൂടെ വേറെ കറണ്ട് കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഫ്യൂസ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇതേപോലെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫ്യൂസ് എങ്ങനെ കണക്ട് ചെയ്യാവൂ, സീരീസ് ആയിട്ട് മാത്രമേ കണക്ട് ചെയ്യാവൂ. അടുത്ത് നോക്കിയാൽ വോൾട്ട് മീറ്റർ കണക്ഷൻ. നമുക്കറിയാം ഒരു സർക്യൂട്ടിനകത്ത് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണമെങ്കിൽ അത് വോൾട്ട് മീറ്റർ എന്തിനാ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാൻ. അപ്പൊ രണ്ട് ടെർമിനലിനും നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, പാരലൽ ആയിട്ട് മാത്രമേ നമുക്ക് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ സമയം അമ്മീറ്റർ ആണോ ഓപ്ഷൻ എങ്കിൽ അത് കറക്റ്റ് ആൻസർ ആയേനെ. അമ്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് ഓപ്ഷൻ സി നോക്കിയേ, ഇലക്ട്രിക്കൽ ലാമ്പ് ഇൻ ഹൗസ്. നമുക്കറിയാം വീട്ടിലെ ഹൗസ് ഹോൾഡ് വയറിംഗിൽ കണക്ഷൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും, പാരലൽ ആയിട്ട് മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. കാരണം അതിന് തുല്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ കിട്ടണം. ആ 230 വോൾട്ടും ഓരോ ഡിവൈസസിനും കിട്ടേണ്ടുള്ളത് കൊണ്ട് അത് പാരലൽ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കണക്ട് ചെയ്യുള്ളൂ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, വോൾട്ടേജ് അവരെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, പാരലൽ ആയിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ. അപ്പൊ അതുമല്ല, ഷണ്ട് റെസിസ്റ്ററിന് അമ്മീറ്ററിൽ ഷണ്ട് റെസിസ്റ്ററും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതുമല്ല ആൻസർ വരുന്നത് ഫ്യൂസ് ഇൻ സർക്യൂട്ട്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ straight conductor does not depends upon. The resistance of a straight conductor does not depends upon. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യാത്ത ഘടകം ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ഷേപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷന്റെ ഷേപ്പ് അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. സ്ക്വയർ ആണോ സർക്കിൾ ആണോ, ഒരു കണ്ടക്ടർ പോകുന്നതിന്റെ കട്ട് ചെയ്യുവാണ്, അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഏത് ഷേപ്പ്, ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും, പക്ഷെ അതിന്റെ ഷേപ്പ് ഏതാന്നുള്ളത് എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ ഏതാന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ലെങ്ത് കൂടിയാലും കുറഞ്ഞാലും അത് അതിനെ ബാധിക്കും. പിന്നെ ആകെപ്പാടെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാത്തതെന്ന് പറയുന്നത് ഏതാ, ഷേപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ. ചെയ്യാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പാരലൽ റെസിസ്റ്റീവ് സർക്യൂട്ട്? അപ്പൊ താഴെ തന്നിരിക്കുന്നതില് ഓക്കെ, അപ്പൊ താഴെ തന്നിരിക്കുന്നതില് പാരലൽ റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരലൽ റെസിസ്റ്റീവ് സർക്യൂട്ട്? അപ്പൊ പാരലൽ റെസിസ്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും റെസിസ്റ്റൻസിനെ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാം, കറണ്ട് എന്ത് ചെയ്യും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും അല്ലെ. I1 I2 എന്ന് പറയും, കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. വോൾട്ടേജ് എങ്ങനെ ആയിരിക്കും, കൃത്യമായിട്ട് നമുക്ക് ടോട്ടലി കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണോ, ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഇവിടെ ഒരു 6 വോൾട്ട് ആണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതേ 6 വോൾട്ട് തന്നെ ആർക്ക് കിട്ടും, ഫസ്റ്റ് റെസിസ്റ്ററിനും കിട്ടും, അതേ 6 വോൾട്ട് തന്നെ സെക്കൻഡ് റെസിസ്റ്ററിനും കിട്ടും. വോൾട്ടേജ് കൃത്യമായിട്ട് പോകും, എന്നാൽ കറണ്ട് അവിടെ സ്പ്ലിറ്റ് ആവും. ഇതാണ് നമ്മുടെ പാരലൽ കണക്ഷന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. സെയിം കറണ്ട് ഫ്ലോ ത്രൂ ഓൾ പാർട്ട് ഓഫ് ദി സർക്യൂട്ട് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഒരേ കറണ്ട് ആണോ എല്ലാ പാർട്ടിലൂടെയും കടന്നു പോകുന്നത്? അല്ല, രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള കറണ്ടാണ് കടന്നു പോകുക അല്ലെ. യെസ്, അപ്പൊ അതല്ല ആൻസർ. ഇനി റെസിസ്റ്റൻസ് ആർ അഡിറ്റീവ്. റെസിസ്റ്റൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. റെസിസ്റ്റൻസിന്റെ ഫോമിൽ എന്തായിരുന്നു, പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തെങ്കിൽ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നാണ് ഫോർമുല വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസിസ്റ്റേഴ്സ് എന്തല്ല, അഡിറ്റീവ് അല്ല. എന്നാൽ സീരീസ് ആയിരുന്നെങ്കിൽ അഡിറ്റീവ് ആയിരുന്നു തന്നെ. ടോട്ടൽ കാണാൻ വേണ്ടി R1 പ്ലസ് R2 എന്ന് പറയും ഡയറക്റ്റ് കൂട്ടായിരുന്നു. അപ്പോൾ അത് സീരീസിന്റെ ഓപ്ഷൻ ആണ് കിടക്കുന്നത്. അപ്പോൾ ഒരിക്കലും പാരലിന് അത് പോസിബിൾ അല്ല. അപ്പൊ അതുമല്ല ആൻസർ. അടുത്ത നോക്കിയേ, ഡിഫറെന്റ് റെസിസ്റ്റർ ഹാവ് ദെയർ ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്പ്. ഓരോ റെസിസ്റ്ററിനും ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല അല്ലെ. ഡയറക്റ്റ് 6 വോൾട്ട് ആണെങ്കിൽ 6 വോൾട്ട് തന്നെ രണ്ടിനും കിട്ടും പാരലൽ കണക്ഷൻ ആണെങ്കിൽ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് വയറിംഗിൽ നമ്മുടെ എക്യുപ്മെന്റ്സ് എല്ലാം പാരലലി അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതുമല്ല ആൻസർ. അപ്പോൾ അടുത്ത് വരുന്ന കണ്ടക്ടൻസ് ആർ അഡിക്റ്റീവ് എന്നാണ് പറയുന്നത്. കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ എന്താ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ 1 റെസിസ്റ്റൻസിനെയാണ് കണ്ടക്ടൻസ് എന്ന് പറയുക. അപ്പൊ നോക്കി, നമ്മുടെ പാരലിന്റെ ഫോർമുല 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/R നമുക്ക് എന്ത് പറയാം, കണ്ടക്ടൻസ് എന്ന് പറയാമല്ലോ. അപ്പൊ കണ്ടക്ടൻസ് 1/R ഈസ് കണ്ടക്ടൻസ് ഈക്വൽ ടു 1/R1 C1 പ്ലസ് C2, കണ്ടക്ടൻസ് 1 പ്ലസ് കണ്ടക്ടൻസ് 2. അപ്പൊ നമുക്ക് കണ്ടക്ടൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കണ്ടക്ടൻസ് ആർ അഡിക്റ്റീവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കിർച്ചോഫ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു. കിർച്ചോഫ് ലോ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് DC സർക്യൂട്ട് ആവണമെന്ന് നിർബന്ധമില്ല, AC ആവണമെന്ന് നിർബന്ധമില്ല. AC ആണെങ്കിലും DC ആണെങ്കിലും നമുക്ക് എന്ത് ആപ്ലിക്കബിൾ ആണ്, കിർച്ചോഫ് ലോ ആപ്ലിക്കബിൾ ആണ്. അറിയാലോ, രണ്ട് ലോസ് ഉണ്ട്, ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. ജംഗ്ഷൻ റൂൾ എന്താ പറയുന്നത്, ഒരു ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടിന്റെയും സം എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇൻ കേസ് ഒരു 3 വഴിക്ക് അല്ലെങ്കിൽ 3 കറണ്ട് ഒരു ജംഗ്ഷനിലോട്ട് വരുന്നു എന്ന് വിചാരിക്കുക. എല്ലാം കൂടെ ആഡ് ചെയ്താൽ I1 പ്ലസ് I2 പ്ലസ് I3. അതുപോലെ അത്രയും എണ്ണം എന്ത് ചെയ്യും, അത്രയും അളവ് തിരിച്ച് ലീവ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോ I4 I5. അപ്പൊ നോക്കി, ഇത് രണ്ടാണ് ലീവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അകത്ത് വരുന്ന അത്രയും കറണ്ടും എന്ത് ചെയ്യും, നമുക്ക് ഈ 2 വഴിക്കും കൂടെ ലീവ് ചെയ്യും. ഓക്കെ, അപ്പൊ അകത്ത് വരുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു പുറത്തു പോകുന്ന കറണ്ട്. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ റൂൾ പറയുന്നത്. ഓക്കെ, അത് AC ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്, DC ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതൊന്നും ഇതിനകത്ത് ബാധിക്കുന്നില്ല.
ബോത്ത് എ സി ആൻഡ് ഡി സി രണ്ടിനും ഈ കിർച്ചോഫ് റൂള് ആപ്ലിക്കബിൾ ആണ്. ഇനി ജംഗ്ഷൻ റൂള് ഇതാണ് പറയുന്നത്. ഇനി ലൂപ്പ് റൂൾ എന്താ പറയുന്നത്? ലൂപ്പ് റൂൾ പറയുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനകത്ത് ഉള്ള ടോട്ടൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാം എന്തായിരിക്കും? അതിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ? ഇതാണ് നമ്മുടെ ജംഗ്ഷൻ ലൂപ്പ് റൂളും പറയുന്നത്. അപ്പം ഇത് രണ്ടും എ സിക്കും ഡി സിക്കും ആപ്ലിക്കബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് 10 ohm അറ്റ് 50 degree Celsius and 12 ohm at 100 degree Celsius. Find the temperature coefficient of resistance of the wire. Okay. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്, ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒന്ന് നോക്കിയേ. റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് 10 ohm at 50 degree Celsius. ഒരു വയറിന്റെ റെസിസ്റ്റൻസ് 10 ohm ആയിരുന്നു എപ്പോ? ഒരു 50 degree Celsius ആയിരുന്നപ്പോ. അതുപോലെ 12 ohm at 100 degree Celsius, 100 degree Celsius ആയപ്പോഴത്തേക്കും അതിന് റെസിസ്റ്റൻസ് കൂടി 12 ohm ആയിട്ട് മാറി. ഓക്കെ. ഫൈൻഡ് ദി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി വയർ. അപ്പോൾ ആൽഫ ആണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പം ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ആൽഫ ഇസ് ഈക്വൽ ടു R2 മൈനസ് R1 ബൈ R1 T1 മൈനസ് R2 R1 R2 T1. Okay, so ഓക്കെ. അപ്പൊ അതിന്റെ ഫോർമുല ഒന്ന് നോക്കാം. എന്താ വരുന്നത്? ആൽഫ ഇസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡ് ബൈ R1 T2 മൈനസ് R2 T1. ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഓക്കെ. R2 മൈനസ് R1 ഡിവൈഡ് ബൈ R1 T2 മൈനസ് R2 T1 എന്നാണ് ഫോർമുല വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് R1 എന്നും ഇതിനെ നമുക്ക് R2 എന്നും എടുക്കാം, നമുക്ക് T1 എന്നും ഇതിനെ T2 എന്നും എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർമുലയിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ കിട്ടുക? R1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം R2 ആണ്. R2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 12 ohm ആണ്. 12 മൈനസ് R1 എന്ന് പറയുന്നത് 10 ആണ്, ഡിവൈഡ് ബൈ R1, വീണ്ടും R1 10 ആണ്, 10 ഇൻറ്റു T1, ഫസ്റ്റ് ടെമ്പറേച്ചർ 50 ആണ്, മൈനസ് സെക്കൻഡ് റെസിസ്റ്റൻസ് 12 ആണ്, 12 ഇൻറ്റു ഫോർമുല വൈസിൽ നോക്കി R1 ഇൻറ്റു T2 ആണല്ലേ വരിക. T2 ആണെങ്കിൽ അവിടെ 100 ആണ് വരിക. അടുത്ത് R2 വരുമ്പോൾ 12 ആണ്, 12 ഇൻറ്റു T1 എന്ന് പറയുമ്പോഴത്തേക്കും 50 ആണ് വരിക. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ ജസ്റ്റ് അടുത്ത സ്റ്റെപ്പോടെ നമുക്ക് നോക്കാം. 12 മൈനസ് 10 എന്ന് പറയുമ്പോഴത്തേക്കും 2 ആണ്, 2 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100 എത്ര കിട്ടും? 1000 കിട്ടും അല്ലെ? 1000 കിട്ടും. 1000 മൈനസ് പിന്നെ 12 ഇൻറ്റു 50 ആണ് വരിക. 12 ഇൻറ്റു 50 എന്ന് പറയുമ്പോഴത്തേക്കും 600 കിട്ടും. 600. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടുക. അപ്പൊ 2 ഡിവൈഡ് ബൈ 1000 മൈനസ് 600 എന്ന് പറയുമ്പോഴത്തേക്കും 400 വരും. അപ്പൊ 2/400 ഇതാണ് നമ്മുടെ ഫൈനൽ വരിക. ഒന്നുകൂടെ ഒന്ന് ഷോർട്ട് ചെയ്താൽ 1/200 എന്ന് കിട്ടും. 1/200 ഇതാണ് വരിക. ഇപ്പൊ 1/200 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.005 ആണ് കിട്ടുക. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, 0.005. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. The resistance of a copper wire is 15 ohm at 20 degree Celsius. Find the resistance at
40 degrees Celsius if the temperature coefficient is 0.004 at 20 degrees Celsius. അപ്പോൾ ഇതിനകത്ത് എന്താ, നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആൽഫ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എത്ര? 0.004. അടുത്ത കണ്ടീഷൻസ്, റെസിസ്റ്റൻസ് ഓഫ് എ കോപ്പർ വയർ ഈസ് 15 ഓം അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. 20 ഡിഗ്രി സെൽഷ്യസ് 15 ഓം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ എത്രയായിരിക്കും റെസിസ്റ്റൻസ്? ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഓൾറെഡി നേരത്തെ നമ്മൾ ചെയ്ത ഫോർമുല വെച്ച് നോക്കുവാണെങ്കിൽ എന്തായിരുന്നു നമ്മൾ നേരത്തെ ചെയ്ത ഫോർമുല? ആൽഫ ഇസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡ് ബൈ R1 T2 മൈനസ് R2 T1. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാണാനുള്ള ഫോർമുല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കാണേണ്ട എന്തായിരുന്നു? R2 ആണ് നമുക്ക് ഇല്ലാത്തത് അല്ലെ? R2 ആണ് നമുക്ക് ഇല്ലാത്തത്. അപ്പോൾ R2 ഒന്ന് സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇത് കിട്ടും. അപ്പൊ ഇതിനൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ഇതിന്റെ ഫോർമുല ആക്കുമ്പോൾ R2 is equal to R2 is equal to എന്താ പറയാ, R1 into 1 plus alpha T2 minus T1. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത് കേട്ടോ. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് R2 is equal to എന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഫോർമുല ഇങ്ങനെ കിട്ടും. R2 is equal to R1 into 1 plus alpha into T2 minus T1 എന്നാണ് നമുക്ക് വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോർമുലയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂസ് ഒന്ന് അപ്ലൈ ചെയ്യുക. നമുക്ക് എല്ലാ വാല്യൂസും ഉണ്ടല്ലോ. ഇതിനെ നമുക്ക് ഇതാണ് നമ്മുടെ R1, ഇതാണ് നമ്മുടെ T1, ഇതാണ് നമ്മുടെ T2. ഓക്കെ, ഇന്ന് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് R2 ആണ്. ഓക്കെ, വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയും ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. 16.2 ഓം ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് ഓർത്തേക്കുക. ഒന്ന് ജസ്റ്റ് നമുക്ക് മുന്നോട്ട് പോയാൽ R1 എന്ന് പറയുമ്പോഴത്തേക്കും 15 ആണ്. 15 ഇൻറ്റു 1 പ്ലസ് ആൽഫ. ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും 0.004 ആണ്. T2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ടെമ്പറേച്ചർ 40 ഡിഗ്രി ആണ്. മൈനസ് ഫസ്റ്റ് T1 എന്ന് പറയുമ്പോൾ 20 ആണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 40 മൈനസ് 20 ആദ്യം ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതിനോട് ആ 20 എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത് 20 ഇൻറ്റു 0.04 ചെയ്യുക. ഇപ്പൊ 20 ഇൻറ്റു 0.004 ചെയ്ത് കഴിഞ്ഞാൽ 0.8 എന്ന് കിട്ടും കേട്ടോ. 0.8 എന്ന് കിട്ടും. സോറി, 0.08 എന്ന് കിട്ടും. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ പ്ലസ് അടുത്ത് അതേ പ്ലസ് എന്ത് ചെയ്യുക? 1 ചെയ്യുക. എന്നിട്ട് നമ്മുടെ 15 അതിനെ വീണ്ടും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 15 ഇൻറ്റു 1 പ്ലസ് 0.08 അല്ലെ? അപ്പൊ എന്ത് കിട്ടും? 1.08 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 16.2. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. ആ സ്റ്റെപ്പ് ഒന്ന് ഓർത്തിരിക്കുക. എപ്പോഴും ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യാം. ഓക്കെ, അതിന്റെ പ്രിഫറൻസ് ഓർഡർ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 3 റെസിസ്റ്റേഴ്സ് 36 ഓം 24 ഓം 50 ഓം ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. മൂന്ന് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. 36 ഓം 24 ohm 50 ohm are connected in series with 220 volt batteries. Okay, what is the voltage value across the 36 ohm? അപ്പോൾ ഇതിന് 36 ohm എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് നമുക്കറിയാം. സീരീസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ വോൾട്ടേജ് എന്തായാലും വ്യത്യാസം വരും അല്ലെ? ഓരോന്നിനും സ്പ്ലിറ്റ് അപ്പ് ആയിട്ടായിരിക്കും പോവുക. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള അതേ ഫസ്റ്റ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ്. അതിന് ഡയറക്റ്റ് നമുക്കൊരു ഫോർമുല പറയാം.
വോൾട്ടേജ് അക്രോസ് R1 റെസിസ്റ്റർ ആണെങ്കിൽ, വോൾട്ടേജ് അക്രോസ് R1 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ ഈ R1 ആണ് ഉദ്ദേശിക്കുന്നത്, ഏതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരിക, എല്ലാം കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക അല്ലെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതിയാവും. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് പറയുമ്പോൾ ഇവിടെ R1 പ്ലസ് R2 പ്ലസ് R3 ഇതാണ് നമുക്ക് ഫോർമുല ആയിട്ട് വരിക. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ഏതാണോ അത് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കാം. ടോട്ടൽ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് 220 വോൾട്ട് ആണ് അല്ലെ. റെസിസ്റ്റൻസ് അതാ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത് റെസിസ്റ്റൻസിന്റെ സ്ഥലത്തുള്ള വോൾട്ടേജ് ആണോ അപ്പൊ ആ റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ നമുക്ക് 36 ഓമിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ 36 ആണ് മൾട്ടിപ്ലൈ ആവുക ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് 36 പ്ലസ് 24 പ്ലസ് 50 അല്ലെ. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 220 ഇൻറ്റു 36 ഡിവൈഡ് ബൈ 3 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 110 കിട്ടും. 36 പ്ലസ് 24 പ്ലസ് 50 110 കിട്ടും. യെസ്. അപ്പോൾ ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് വെട്ടി ചെയ്യാം അല്ലെ. 110ഉം 220 കൂടെ വെട്ടി പോകും, ഇവിടെ 2 ആയിട്ട് മാറും. അപ്പോൾ 2 ഇൻറ്റു 36 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എത്ര കിട്ടുക, 2 ഇൻറ്റു 36 എന്ന് പറയുമ്പോഴത്തേക്കും 72 അല്ലേ കിട്ടുക. 72 വോൾട്ട് ആണ് നമുക്ക് ആൻസർ വരിക. യെസ്, 72 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ആ ഫോർമുല ഓർത്തിരിക്കുക. സീരീസ് സർക്യൂട്ടിനകത്ത് നമുക്കൊരു പർട്ടിക്കുലർ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല ഇതാണ്. ടോട്ടൽ വോൾട്ടേജിനെ നമുക്ക് ഏത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണോ കാണേണ്ടത് ആ റെസിസ്റ്റൻസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, resistance of a wire is 2 ohm. Okay, resistance of a wire is 2 ohm. ഒരു വയറിന്റെ റെസിസ്റ്റൻസ് 2 ohm ആണ്. The wire is stretched to double its length than its resistance in ohm is. Okay, അപ്പോൾ ഒരു റെസിസ്റ്റർ ഇരിപ്പുണ്ടായിരുന്നു. ആ റെസിസ്റ്ററിന് ആദ്യത്തെ ഇതാണ് റെസിസ്റ്റൻസ് എന്ന് റെസിസ്റ്റർ എന്ന് വിചാരിക്കാം. ഈ റെസിസ്റ്ററിന്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് 2 ohm ആണ് റെസിസ്റ്റൻസ് ആയിരുന്നത്. വയർ സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ഇതിനെ വലിച്ചു നീട്ടുവാണ്. വലിച്ചു നീട്ടി ഇതിന്റെ ലെങ്ത് എന്ത് ചെയ്തു, ഡബിൾ ആക്കുവാണ്. ഓക്കെ, അപ്പൊ ലെങ്ത് ഡബിൾ ആയിട്ട് മാറി. ഇതിന്റെ ആദ്യത്തെ ലെങ്ത് L ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ 2L ആയിട്ട് മാറി. ഓക്കെ, നമുക്കറിയാം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ലെങ്ത് കൂടുന്നു. ലെങ്ത് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ തിക്നെസ് എന്ത് ചെയ്യും, കുറയും. ശരിയല്ലേ? എങ്ങനെ പോയാലും നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ അതിന്റെ തിക്നെസ് കുറയും. അപ്പൊ ലെങ്ത് ഡബിൾ ആണെങ്കിൽ തിക്നെസ് എന്തായിട്ട് മാറും, ഹാഫ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് അവരുടെ റിലേഷൻ. ഓക്കെ, ലെങ്ത് ഡബിൾ ആവുകയാണെങ്കിൽ അതിന്റെ തിക്നെസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ തിക്നെസ് ഹാഫ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആദ്യത്തിൽ A എന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തിൽ എന്തായിട്ട് മാറും, A/2 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്ക് ഫോർമുല അറിയാം അല്ലെ. ഫോർമുല എന്താ വരിക, R is equal to R proportional to L/A എന്നാണ് റിലേഷൻ വരിക. ആ പ്രൊപ്പോർഷനാലിറ്റി മാറ്റി ഈക്വൽ ആക്കുമ്പോൾ റോ L/A എന്ന് നമുക്ക് കിട്ടും അല്ലെ. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ആ റോയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ റെസിസ്റ്റിവിറ്റി ഇൻറ്റു L/A എന്നാണ് വരിക. ഓക്കെ, ഇതാണ് അവരുടെ റിലേഷൻ. ഇനി പുതിയത് നോക്കുവാണെങ്കിൽ, അതായത് ചേഞ്ച് ആയതിനു ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ R ഡാഷ് ഈസ് ഈക്വൽ ടു, റെസിസ്റ്റിവിറ്റിക്ക് മാറ്റമില്ല. റെസിസ്റ്റിവിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക, മെറ്റീരിയലിനെയാണ് അല്ലെ. ഇവിടെ മെറ്റീരിയൽ മാറുന്നില്ല, നമ്മൾ സെയിം മെറ്റീരിയലിനെ തന്നെയാണ് സ്ട്രെച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റമില്ല, റോ തന്നെ ആയിരിക്കും. ലെങ്ത് 2L ആയിട്ട് മാറി അല്ലെ, ഡബിൾ ആയിട്ട് മാറി, 2L ആയിട്ട് മാറി. ഏരിയ A/2 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഡിവൈഡ് ബൈയുടെ അടിയിൽ കിടക്കുന്ന ഡിവൈഡ് ബൈ എന്തായിട്ട് പോകും, ഇൻറ്റു ആയിട്ട് മുകളിൽ പോകും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ R ഡാഷ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു 2L ഇൻറ്റു 2 ഡിവൈഡ് ബൈ A. അപ്പൊ 2 മുകളിൽ വന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട്
രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 ആയിട്ട് മാറി അല്ലേ, 4 ആയിട്ട് മാറി. ബാക്കിയുള്ള അറേഞ്ച് ചെയ്താൽ റോ എൽ ബൈ എ. ഈ റോ എൽ ബൈ എ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ പഴയ കണ്ടീഷൻ തന്നെയാണ് അല്ലെ. അതിന്റെ എത്ര മടങ്ങായിട്ട് മാറി? യെസ്. അപ്പൊ നോക്കി, ഈ പഴയ റെസിസ്റ്റൻസിന്റെ 4 മടങ്ങായിട്ട് ഇത് മാറുവാണ് അല്ലെ. അപ്പൊ ഈ 4 മടങ്ങാണ് മാറി വരിക. അപ്പം 4 ടൈംസ് പ്രീവിയസ് റെസിസ്റ്റൻസ് ആണ്. പ്രീവിയസ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 2 ഓം ആണ്. ഓക്കെ, അപ്പൊ 4 × 2 ടോട്ടൽ 8 ഓം ആയിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ, 8 ഓം ആണ് വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay, 3 resistors of each 1 ohm are connected to form a triangle. അപ്പൊ 3 റെസിസ്റ്റേഴ്സ് ഇരിപ്പുണ്ട്, ഓരോന്നിന്റെയും വാല്യൂ 1 ഓം വെച്ചാണെന്ന് പറയുന്നുണ്ട്. ആ കണക്റ്റഡ് ടു ഫോം എ ട്രയാങ്കിൾ. അപ്പൊ 3 റെസിസ്റ്റേഴ്സ് ആണ്, അത് 3 പേരെയും ഒരു ട്രയാങ്കിൾ ആയിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ 3ഉം കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടും, വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 കോർണേഴ്സ്. ഓക്കെ, ഏതെങ്കിലും 2 കോർണേഴ്സ് എടുക്കുവാണ്. അപ്പോൾ ഈ 2 കോർണേഴ്സും എ ബി എന്ന് പറഞ്ഞിട്ട് 2 കോർണേഴ്സ് എടുക്കുകയാണ്. ഇത് രണ്ടും തമ്മിലുള്ള അതിനിടയിലുള്ള റെസിസ്റ്റൻസ് അല്ലെ, വിൽ ബി ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 കോർണേഴ്സ്. അവിടുത്തെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നോക്കി, ഇത് രണ്ടും തമ്മിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും, ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മറ്റേതാണെങ്കിൽ ആ സീരീസ് കണക്ഷന്റെ ടോട്ടൽ എഫക്റ്റീവിന്റെ കൂട്ടത്തിൽ ഇത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിനെ ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചാൽ ഓക്കെ, ഇതാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ് അല്ലെ. അപ്പൊ ആദ്യത്തെ മുകളിലത്തെ 2 എണ്ണം, അതായത് R1 ഉം R2 രണ്ടും സീരീസ് ആയിട്ടാണ്. അടുത്ത് R3 ഈ എഫക്റ്റീവുമായിട്ട് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, R1 ഉം R2 ഉം സീരീസിന്റെ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുക അല്ലെ. സീരീസ് കാണാനായിട്ട്, സീരീസിന്റെ എഫക്റ്റീവ് കാണാൻ വേണ്ടിയിട്ട് R = R1 + R2 ആണ്, ശരിയല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ സീരീസിന്റെ എഫക്റ്റീവ് കാണുന്നു. ദാറ്റ് മീൻസ് രണ്ടും എല്ലാം എന്താണ് 1 ഓം വെച്ചിട്ടാണെന്നാ പറയുന്നത് അല്ലെ. അപ്പൊ 1 + 1 = 2 ഓം ആണ് നമ്മുടെ ടോട്ടൽ മുകളിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഇത് ഇത്രയും 2 ഓം ആയി കഴിഞ്ഞാൽ താഴത്തത് 1 ഓം ആണ് അല്ലെ. ഇപ്പൊ 2 ഓമും 1 ഓം അത് രണ്ടും എന്നിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്ത പാരലലിന്റെ ഫോർമുല വെച്ച് അത് കണ്ടുപിടിക്കുക. അപ്പൊ 1/R = 1/R1 + 1/R2 ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/2 + 1/1 എന്നാണ് വരിക. അപ്പൊ എന്ത് കിട്ടും? അല്ലെങ്കിൽ കറക്റ്റ് നോർമലി ഡയറക്റ്റ് എന്റെ മറ്റേ ഫോർമുലയിലോട്ട് പോയി കഴിഞ്ഞാൽ R = R1R2/R1 + R2 എന്നാണ് അല്ലെ. ഇനി ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ 1 × 1 + 2 × 1 / 2 × 1 ഇങ്ങനെയല്ലേ വരിക. ഇതാണ് നമുക്ക് വരിക. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോസസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 + 2 / 2 എന്ന് പറയും കിട്ടും. ദാറ്റ് മീൻസ് 3/2 എന്ന് പറയും കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/R ആണ്. 1/R = 3/2 ആണെങ്കിൽ R = നേരെ തിരിച്ചിടുക അല്ലെ, 2/3 അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതുക. 1/R ആണ് 3/2 എന്ന് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് R കാണുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അല്ല നമ്മൾ ഡയറക്റ്റ് ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്യുവാണെങ്കിൽ R = R1R2/R1 + R2 എന്ന് പറയുന്നത് ചെയ്യുവാണെങ്കിൽ നമുക്ക് R1 എന്ന് പറയുന്നത് 2 ആണ്. 2 × 1 / 2 + 1 ദാറ്റ് മീൻസ് 2/3 എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പൊ ഏത് ഫോർമുല ഏത് രീതിയിൽ വേണോ ചെയ്യാം, 2 ഫോർമുലയിൽ ഏത് വേണോ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2/3 ഓം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ പാരലൽ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ആസ് ഡിവൈഡർ ഓഫ്. ഓക്കെ, പാരലൽ കണക്ഷൻ ആണെങ്കിൽ അതിനകത്ത് പാരലൽ സർക്യൂട്ട് ആണ് വരുന്നതെങ്കിൽ അത് എന്താ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതിനെ
എന്താ സ്പ്ലിറ്റ് ചെയ്ത് അവരെടുക്കുക? കറണ്ട് ആണ് അല്ലേ? പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റർ, വീണ്ടും ഒരു റെസിസ്റ്റർ, അല്ലെങ്കിൽ 3 ഉണ്ടെന്ന് വിചാരിക്കുക. ടോട്ടലി പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, ശരിയല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് 6 വോൾട്ട് ആണെങ്കിൽ ഇതും 6 വോൾട്ട്, ഇവിടെയും 6 വോൾട്ട് കിട്ടും, ഇവിടെയും 6 വോൾട്ട് കിട്ടും. അല്ല കറണ്ട് ഐ എന്നൊരു കറണ്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ കറണ്ട് ഇവിടെ സ്പ്ലിറ്റ് ആവും. ഇങ്ങോട്ട് പോകുന്ന I1 ആയിരിക്കും, ഇത് I2 എന്ന് പറഞ്ഞ് മറ്റൊരു കറണ്ട് ആയിരിക്കും, ഇത് I3 എന്ന് പറഞ്ഞ് മറ്റൊരു കറണ്ട് ആയിരിക്കും. ഇതെല്ലാം മൂന്നും എന്ത് ചെയ്യും? ഇവിടെ ഒന്ന് തിരിച്ച് റീജോയിൻ ചെയ്ത് I ആയിട്ട് മാറും, ശരിയല്ലേ? പക്ഷെ 3 വഴിക്ക് 3 കറണ്ട് ആയിരിക്കും പോകുക. അപ്പൊ പാരലൽ കണക്ഷൻ ആണെങ്കിൽ അവിടെ സ്പ്ലിറ്റ് ആവുന്നത് ആരായിരുന്നു? കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ കറണ്ടിന്റെ ഡിവൈസർ ആയിട്ടാണ് ഇവര് ആക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 kilowatt is equal to dash horsepower. HP horsepower ആണ്. 1.34 ആണ്, 1.341 ആണ് വരിക ഹോഴ്സ് പവർ. എന്തായാലും ഇതാണ് നമുക്ക് ആൻസർ വരിക. ഇവിടെ 1.34 എന്ന് കൊടുത്തിട്ടുണ്ട്, അതാണ് നമ്മുടെ ആൻസർ. ഇത് നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. 1 കിലോ വാട്ട് എന്ന് വെച്ചാൽ 1.341 HP തുല്യമാണ്. Okay, at the last question. If the resistivity of copper is 1, then what is the relative resistivity of copper compared to aluminium? Okay. If the resistivity of copper is 1, copper resistivity 1 ആണെങ്കിൽ then what is the effective resistivity of copper compared to aluminium? Okay. അപ്പൊ നോക്കി അതിന്റെ റിലേഷൻ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും 1.6 ടൈംസ് കൂടുതലാണ് നമ്മുടെ അലുമിനിയത്തിന്. ഓക്കെ അല്ലെ? കോപ്പറിന് റെസിസ്റ്റിവിറ്റി 1 ആണെങ്കിൽ അതിന്റെ 1.6 ടൈംസ് കൂടുതലാണ് അലുമിനിയത്തിന്. അപ്പൊ കോപ്പറിന് 1 ആണെങ്കിൽ അലുമിനിയത്തിന് 1.6 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരിക. അലുമിനിയത്തിന് 1.6 ആണ് വരിക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓംസ് ലോയും അതുപോലെ കിർച്ചോഫ് ലോയും റിലേറ്റ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ്. ഇതിലെ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ടെല്ല PSCയിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഇനി അധികം ദിവസങ്ങളില്ല അല്ലെ? അതായത് KSLB മസ്റ്റർ എക്സാം ഏതാണ്ട് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വിത്തിൻ 100 ഡേയ്സ്, ഒരു 70-something ഡേയ്സേ ഉള്ളൂ ഇനി എക്സാമിലോട്ട് പോവുകയാണെങ്കിൽ അല്ലെ? അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഇനിയുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. കൃത്യമായിട്ട് നിങ്ങൾ മൊഡ്യൂൾ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യും എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടെല്ല PSCയെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കൃത്യമായിട്ടുള്ള ക്ലാസ്സസും കൃത്യമായിട്ടുള്ള അനാലിസിസും ഇത് വഴി നടക്കുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലപോലെ ഇരുന്ന് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.